കൗൺസിൽ യോഗം കൗൺസിലർമാരെ ഞങ്ങളെ എല്ലാവരും ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ മാലിന്യവുമായി ബന്ധപ്പെട്ട് രണ്ട് നിലപാടാണ് വടകര നഗരസഭയ്ക്കുള്ളത്. സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും ഒക്കെ അവർക്കൊരു നിലപാട്, അല്ലാത്തവർക്ക് മറ്റൊരു നിലപാട്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങളിന്ന് സഭയിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി തരാതെ ധിക്കാരപരമായ രീതിയിലാണ് ചെയർമാൻ ഞങ്ങൾക്ക് പറയുന്നത്. ഞങ്ങളോട് അവർ പറയുകയാണ്, നിങ്ങളുടെ ഒരു നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ്. ഇവിടെ നമുക്കറിയാം, ശുചിത്വ മാലിന്യവുമായി ബന്ധപ്പെട്ട്, ശുചിത്വ വടകരയുമായി ബന്ധപ്പെട്ട് നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയ നഗരസഭയാണ്. അതൊക്കെ വ്യാജമാണ്, അതൊക്കെ കാപട്യമാണ്. ഇവിടെ വടകര പട്ടണത്തിലെ മാലിന്യം ഒഴുകുന്നത് രണ്ട് പ്രധാനപ്പെട്ട തോടുകളിലൂടെയാണ്. ഒന്ന് കരിമ്പനത്തോടിലൂടെ, മറ്റൊന്ന് അങ്ങാടിത്തോടിലൂടെ. ഈ അങ്ങാടിത്തോടിലൂടെയും കരിമ്പനത്തോടിലൂടെയും ഒഴുകുന്ന മാലിന്യങ്ങൾക്ക് കൃത്യമായ ഒരു അഴുക്കുചാൽ പദ്ധതി ഈ നാട് ഭരിച്ച 60ഓളം വർഷക്കാലം ഈ നാട് ഭരിച്ച ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി അവര് ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരെ, പി കെ ജലാൽ സാഹിബ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ ഇന്നലെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർക്കെന്താ നിലപാട്? ഇന്നലെ വാഗണിന്റെ ആളുകള് കരിമ്പനത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയപ്പോൾ ആ ഒഴുക്കിയതിനെതിരെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് സ്വീകരിച്ച ജനപ്രതിനിധികളായ ഞങ്ങളെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അത് എന്തിനാണെന്ന് ചെയർമാൻ ചോദിച്ചപ്പോൾ ചെയർമാന് മറുപടിയില്ല. ഇവര് കൂട്ടിക്കൊണ്ടുവന്ന ചില ഗുണ്ടകളാണ് അവർ ഞങ്ങളെ കയ്യേറ്റം ശ്രമിച്ചത്. ചെയർമാനോടും ഭരണപക്ഷത്തെ കൗൺസിലർമാരോടും ഇവിടുത്തെ പാർട്ടിക്കാരോടും പറയുന്നു, അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലർമാർ. പുതിയ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ നടന്നു എന്ന് കഴിഞ്ഞ കൗൺസിലിൽ ഞങ്ങൾ സംഗതി വിവരിച്ചാണ്. കാരണം അവിടെ കക്കൂസിന്റെ മുകളിൽ ഒരു ഷീറ്റടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഈ കരാറെടുത്ത വ്യക്തി, കക്കൂസിന്റെ കരാറെടുത്ത കക്ഷി അവിടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ക്ലോക്ക് റൂമായി പ്രവർത്തിക്കുന്ന ആ സ്ഥലം 3 റൂമുകളായി അത് പുറത്ത് വാടക കൊടുത്ത് അദ്ദേഹം പെർമിഷൻ ഇല്ലാണ്ട് അവിടെ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നിർമ്മിച്ച ഷട്ടർ അത് വടക്ക് ഭാഗത്തേക്ക് മാറ്റി മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ മാറ്റിക്കൊണ്ട് അവിടെ അതിലും വലിയ സാമ്പത്തിക അഴിമതി നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കടലക്കാരൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ പണം വാങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരു മാഫിയ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണപക്ഷം. അതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു കക്കൂസ് നിർബന്ധമായി നമ്മളെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമ്മർദ്ദത്തെടുത്ത പ്രതിഷേധത്തോടാണ് 3 കക്കൂസ് മൂപ്പര്, അതായത് കരാറെടുത്ത വ്യക്തി നിർമ്മിച്ചത് പൊളിക്കാൻ തയ്യാറായത്. ഇന്നലെ ഇവിടെ ഇത്രയും അടിയന്തര ഘട്ടത്തിൽ ഞങ്ങൾ കൗൺസിലേഴ്സ് അവിടെ പോയി ഈ കരിമ്പനത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നത് കണ്ട് അവിടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വടകര മുനിസിപ്പാലിറ്റിയിലെ അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്, ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്. 4:40 ഞങ്ങൾ അറിയിച്ചപ്പോഴും 6:30 ശേഷമാണ് ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് HS ഞങ്ങളെ അറിയിച്ച വിവരം എന്റെ ഉത്തരവാദിത്തമല്ല ഇത് എന്നാണ്. എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് സെക്ഷനിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കാനാണ് പറഞ്ഞത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിലർമാരെ പൊട്ടന്മാരാക്കി കളിക്കുന്ന വിധത്തിലാണ് ഇവിടെ നിന്നുള്ള ഞങ്ങൾക്കുണ്ടായിരുന്ന മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതേപോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ചെയർമാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് പ്രതിപക്ഷ കൗൺസിലേഴ്സ് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതുപോലുള്ള മലിനജലം കരിമനത്തോട്ടിൽ ഒഴുക്കാൻ ഇത്തരത്തിലുള്ള മൗനാനുവാദം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ചെയർമാനും അടക്കമുള്ള ആളുകൾ നൽകി എന്നാണല്ലോ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ ജനപ്രതിനിധികളായി നിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള യാതൊരുവിധ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധമുണ്ടാകും. ഇവിടെ വെറും ബോർഡിലും വാക്കുകളിലും മാത്രം ഒതുങ്ങുന്നതാണ് ക്ലീൻ സിറ്റി എന്നുള്ള ഒരു വാക്ക്.
ആ ക്ലീൻ സിറ്റി എന്ന ഇതിന്റെ മതിലിന് പുറത്തു പോലും വലിയ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കരിമണത്തോട് പോലുള്ള അവിടത്തേക്ക് ഒഴുക്കി വിടുന്നത്.